तेलंगाना की राज्यपाल डॉक्टर तमिलसाई തെലങ്കാന ഗവർണർ ഡോക്ടർ തമിഴ്സൈ സൗന്ദരരാജൻജി, केंद्रीय मंत्रिपरिषद के मेरे सहयोगी കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകൻ നരേന്ദ്രസിംഗ് തോമർജി, श्री ജി കിഷൻ റെഡ്ഡിജി, इक्रिसेट की डायरेक्टर जनरल और ऑनलाइन माध्यम से देश विदेश से ഇക്രിസാറ്റ് ഡയറക്ടർ ജനറൽ, ഈ പരിപാടിയിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹതികളെ, മാന്യരെ, आज वसंत पंचमी का पावन पर्व है। आज हम ഇന്ന് ബസന്ത് പഞ്ചമിയുടെ വിശുദ്ധ ഉത്സവമാണ്. देवी നാം ഈ ദിനത്തിൽ मां വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിയെ ആരാധിക്കുന്നു. आप सभी അറിവും ശാസ്ത്രവും നൂതനാശയങ്ങളും കണ്ടുപിടുത്തങ്ങളും കാതലായ ഒരു മേഖലയാണ് നിങ്ങളുടേത്. उसका आधार എന്നതിനാൽ ബസന്ത് പഞ്ചമിയുടെ വേളയിൽ ഈ പരിപാടിക്കൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. इनोवेशन നിങ്ങൾക്കെല്ലാവർക്കും ആഹ്ലാദകരമായ സുവർണ ജൂബിലി ആഘോഷം ആശംസിക്കുന്നു. और इसलिए बसंत पंचमी के दिन इस आयोजन का एक विशेष महत्व हो जाए। आप सभी को गोल्डन जुबिली सेलिब्रेशन की बहुत बहुत बधाई। साथियों, 50 साल एक बहुत बड़ा समय होता है और इस 50 साल की यात्रा में जब जब जिस जिसने जो योगदान दिया है वे सभी अभिनंदन के अधिकारी हैं। 50 വർഷം വളരെ നീണ്ട സമയമാണ്. इस कार्य 50 വർഷത്തെ ഈ യാത്രയിൽ സഹകരിച്ച എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. प्रयास किया है ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ये भी अद्भुत संयोग है। ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ സംഘടന 50 വർഷത്തെ ഈ സുപ്രധാന നാഴികക്കല്ലിലാണ്. ഇതും അത്ഭുതകരമായ യാദൃശ്ചികതയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ 75ാം വർഷത്തിലായിരിക്കും. जब भारत അടുത്ത 25 വർഷത്തേക്ക് ഇന്ത്യ പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അവയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതുപോലെ അടുത്ത 25 വർഷവും ഇക്രിസാറ്റിന് തുല്യ പ്രാധാന്യമുള്ളതാണ്. अगले 25 वर्षों के लिए नए लक्ष्य बनाए हैं, उन पर काम करना शुरू कर दिया है। वैसे ही अगले 25 वर्ष इक्रिसेट के लिए भी उतने ही अहम है। साथियों, आपके पास 5 दशक നിങ്ങൾക്ക് 5 പതിറ്റാണ്ടിന്റെ അനുഭവമുണ്ട്. इन ഈ 5 പതിറ്റാണ്ടുകളിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വലിയൊരു ഭാഗത്തെ കാർഷിക മേഖലയെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. बड़े हिस्से में നിങ്ങളുടെ ഗവേഷണവും സാങ്കേതിക വിദ്യയും കൃഷി എളുപ്പവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സുസ്ഥിരവുമാക്കി. ഇവിടെയുള്ള പ്രദർശിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഇക്രിസാറ്റിന്റെ ശ്രമങ്ങളുടെ വിജയം തെളിയിക്കുന്നതാണ്. ജല മണ്ണു പരിപാലനം, വിളവൈവിധ്യം, ഉൽപാദന രീതികൾ മെച്ചപ്പെടുത്തൽ, കൃഷിയിടങ്ങളിലെ വൈവിധ്യം വർദ്ധിപ്പിക്കൽ, കന്നുകാലി സംയോജനം, കർഷകരെ കമ്പോളവുമായി ബന്ധിപ്പിക്കൽ എന്നിവയിൽ ഈ സമഗ്ര സമീപനം തീർച്ചയായും കൃഷി സുസ്ഥിരമാക്കുന്നതിന് സഹായിക്കുന്നു. പയർവർഗ്ഗങ്ങളുടെ, പ്രത്യേകിച്ച് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും ചെറുപയർ വളർച്ചയിൽ നിങ്ങളുടെ സംഭാവന നിർണായകമാണ്. കർഷകരുമായി ഇക്രിസാറ്റിന്റെ ഈ സഹകരണ സമീപനം കൃഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സമ്പന്നമാക്കുകയും ചെയ്യും. ഇന്ന് സസ്യസംരക്ഷണത്തിനായുള്ള കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ സൗകര്യവും റാപ്പിഡ് ജനറേഷൻ അഡ്വാൻസ്മെന്റ് സൗകര്യവും ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടാൻ ഈ ഗവേഷണ കേന്ദ്രങ്ങൾ കാർഷിക ലോകത്തിന് വലിയ സഹായകമാകും.
കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് നമ്മുടെ കാർഷിക രീതികളിൽ ആവശ്യമാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ ഇന്ത്യ ഒരു സുപ്രധാന സംരംഭം എടുത്തിട്ടുണ്ട്. किसानों के साथ इक्रिसेट की यही कोलैबोरेटिव अप्रोच खेती को और सशक्त करेगी, समृद्ध करेगी. आज क्लाइमेट चेंज रिसर्च फैसिलिटी ऑन प्लेनेट प्रोटेक्शन और रैपिड जनरेशन एडवांसमेंट फैसिलिटी के रूप में नई फैसिलिटीज का उद्घाटन हुआ है. ये रिसर्च फैसिलिटीज क्लाइमेट चेंज की चुनौती का सामना करने में कृषि जगत की बहुत मदद करेंगे. और आपको पता होगा बदलते हुए കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള മനുഷ്യനഷ്ടങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം മുഴുവൻ സംവിധാനത്തെയും തളർത്തുകയാണ്. അതിനാൽ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ആഗോളതലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങുകയാണ്. അത് പരിശോധിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും. ഇന്ന് കാർഷിക മേഖലയിലും സമാനമായ ഒരു സംരംഭം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. सामने आती है, लेकिन इंफ्रास्ट्रक्चर का जो नुकसान होता है वो पूरी व्यवस्थाओं को चरमरा देता है. और इसलिए भारत सरकार ने क्लाइमेट रेजिस्टेंस वाले इंफ्रास्ट्रक्चर के लिए उस पर चिंतन मनन और योजनाएं बनाने के लिए ग्लोबल लेवल के इंस्टीट्यूट को जन्म दिया है. आज वैसा ही ये काम इस एग्रीकल्चर सेक्टर के लिए हो रहा है. आप सब अभिनंदन के अधिकारी हैं. साथियों, क्लाइमेट चेंज കാലാവസ്ഥാ വ്യതിയാനം वैसे तो ലോകത്തിലെ എല്ലാ ജനതകളെയും ബാധിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിന്റെ അവസാന പടിയിലുള്ള വിഭവങ്ങളില്ലാത്ത വികസനത്തിന്റെ പടിയിൽ കയറാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളെയും ബാധിക്കുന്നു. ഇവരിൽ വലിയൊരു വിഭാഗം നമ്മുടെ ചെറുകിട കർഷകരാണ്. ഇന്ത്യയിലെ കർഷകരിൽ 80-85% ചെറുകിട കർഷകരാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ചെറുകിട കർഷകർക്ക് വലിയ പ്രശ്നമാണ്. അതിനാൽ കാലാവസ്ഥാ വെല്ലുവിളി നേരിടുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് ഇന്ത്യ ലോകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. उनके लिए बहुत बड़ा संकट बन जाती है. इसलिए भारत ने क्लाइमेट चैलेंज से निपटने के लिए दुनिया से इस पर विशेष ध्यान देने का आग्रह किया है. 2070 ഇന്ത്യ നെറ്റ് സീറോ പുറന്തള്ളൽ ലക്ഷ്യം വയ്ക്കുക മാത്രമല്ല, ലൈഫ് ദൌത്യത്തിന്റെ ആവശ്യകതയും ഞങ്ങൾ എടുത്തു കാണിച്ചു. അതാണ് പരിസ്ഥിതി അനുകൂല ജീവിതശൈലി. അതുപോലെ കാലാവസ്ഥാ വെല്ലുവിളിയെ നേരിടാൻ കാലാവസ്ഥ ഉത്തരവാദിത്തമുള്ള ഓരോ വ്യക്തിയെയും എല്ലാ സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രോ പ്ലാനറ്റ് പീപ്പിൾ. അത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് അത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്നു. एक ऐसा मूवमेंट है जो क्लाइमेट चैलेंज से निपटने के लिए हर कम्युनिटी को, हर इंडिविजुअल को क्लाइमेट रिस्पॉन्सिबिलिटी से जोड़ता है. ये सिर्फ बातों तक सीमित नहीं है, बल्कि भारत सरकार के एक्शंस में भी ये रिफ्लेक्ट होता है. बीते सालों के प्रयासों को आगे बढ़ाते हुए इस साल के बजट में കഴിഞ്ഞ ഏതാനും വർഷത്തെ പരിശ്രമങ്ങൾ മുൻനിർത്തി ഈ വർഷത്തെ ബജറ്റിൽ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുൻഗണന നൽകിയിട്ടുണ്ട്. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും ഹരിത ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതകളെ ഈ ബജറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും കാരണം കൃഷി നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശ്രമങ്ങളെക്കുറിച്ച്
എല്ലാ വിദഗ്ധർക്കും ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക വിദഗ്ധർക്കും നന്നായി അറിയാം. आप सभी एक्सपर्ट, साइंटिस्ट, टेक्नीशियंस भली भांति परिचित हैं. आप में से ज्यादातर लोग ये भी जानते हैं कि भारत ഇന്ത്യയിൽ 15 കാർഷിക കാലാവസ്ഥാ മേഖലകളുണ്ടെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാം. നമുക്ക് 6 ഋതുക്കളുണ്ട്. വസന്തം, ഗ്രീഷ്മം, വർഷകാലം, ഹേമന്തം, ശീതപൂർവകാലം, ശീതകാലം. ये 6 ऋतु കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ വൈവിധ്യവും പ്രാചീനവുമായ അനുഭവങ്ങളും നമുക്കുണ്ട്. एग्रीकल्चर से जुड़ा ഇക്രിസാറ്റ് പോലുള്ള സ്ഥാപനങ്ങളും തങ്ങളുടെ ശ്രമങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. तीन अनुभव है. അതുവഴി ലോകരാജ്യങ്ങൾക്ക് इस अनुभव ഈ അനുഭവത്തിന്റെ പ്രയോജനം ലഭിക്കും. विश्व के ഇന്ന് ഞങ്ങൾ രാജ്യത്തെ 170 ജില്ലകളിൽ വരൾച്ചയെ പ്രതിരോധിക്കുന്ന പരിഹാരങ്ങൾ നൽകുന്നു. सेट जैसे കാലാവസ്ഥാ വെല്ലുവിളികളിൽ നിന്ന് നമ്മുടെ കർഷകരെ സംരക്ഷിക്കുന്നതിനായി അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക, ഭാവിയിലേക്ക് മുന്നേറുക എന്നിവയുടെ സംയോജനത്തിലാണ് ഞങ്ങളുടെ ശ്രദ്ധ. डिस्ट्रिक्ट्स में ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള രാജ്യത്തെ 80%-ലധികം ചെറുകിട കർഷകരിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. अपने किसान ഈ വർഷത്തെ ബജറ്റിൽ പ്രകൃതി കൃഷിക്കും ഡിജിറ്റൽ കൃഷിക്കും അഭൂതപൂർവമായ ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. मार्च टू फ्यूचर दोनों के फ्यूजन पर है. हमारा फोकस देश के उन 80% से अधिक छोटे किसानों पर है. ഒരു വശത്ത് മില്ലറ്റ് പോലുള്ള നാടൻ ധാന്യങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. इस बजट में भी രാസരഹിത കൃഷിക്ക് ഊന്നൽ നൽകുന്നു. किया होगा. മറുവശത്ത് സോളാർ പമ്പുകൾ മുതൽ ഫാമർ ഡ്രോണുകൾ വരെ കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നു. अभूतपूर्व बल दिया गया. സ്വാതന്ത്ര്യത്തിന്റെ പുണ്യകരമായ കാലഘട്ടത്തിലെ അടുത്ത 25 വർഷത്തെ കാർഷിക വളർച്ചയ്ക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. केमिकल फ्री खेती पर बल दे रहे हैं तो वहीं दूसरी तरफ सोलर पंप से लेकर किसान ड्रोन्स तक की खेती में आधुनिक टेक्नोलॉजी को प्रोत्साहित कर रहे हैं. आजादी के अमृतकाल यानी आने वाले 25 वर्ष के लिए एग्रीकल्चर ग्रोथ के लिए हमारे विजन का ये बहुत अहम हिस्सा है. साथियों, बदलते हुए ഇന്ത്യയെ മാറ്റുന്നതിന്റെ ഒരു പ്രധാന വശം ഡിജിറ്റൽ കൃഷിയാണ്. ഇതാണ് നമ്മുടെ ഭാവി. ഇന്ത്യയിലെ പ്രതിഭാധരായ യുവാക്കൾക്ക് ഇക്കാര്യത്തിൽ മികച്ച സംഭാവന നൽകാൻ കഴിയും. और इस ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് भारत के ഇന്ത്യയിലെ കർഷകരെ ശാക്തീകരിക്കാനുള്ള അക്ഷീണമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. बेहतरीन काम कर सकते വിളകളുടെ മൂല്യനിർണ്ണയം, ഭൂരേഖകൾ ഡിജിറ്റൈസ് ചെയ്യൽ, ഡ്രോണുകൾ വഴി കീടനാശിനികളും പോഷകങ്ങളും തളിക്കൽ എന്നിവയിൽ സാങ്കേതികവിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. निरंतर കാർഷിക ഗവേഷണവും സ്വകാര്യ അഗ്രിടെക് കളിക്കാരുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥ കർഷകർക്ക് ചെലവ് കുറഞ്ഞതും ഹൈടെക് സേവനങ്ങളും നൽകുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. इंसेक्टिसाइड्स और न्यूट्रिएंट्स की स्प्रेइंग हो, ऐसी अनेक सर्विसेज में टेक्नोलॉजी का उपयोग, आर्टिफिशियल इंटेलिजेंस का उपयोग बढ़ाया जा रहा है. किसानों को सस्ती और हाई टेक सर्विस देने के लिए एग्रीकल्चर रिसर्च से जुड़े इकोसिस्टम्स और प्राइवेट एग्रीटेक प्लेयर्स के साथ मिलकर के काम हो रहा है. सिंचाई के अभाव वाले इलाकों में किसानों को बेहतर बीज, ज्यादा ICAR, ഇക്രിസാറ്റ് എന്നിവയുടെ പങ്കാളിത്തം मैनेजमेंट ജലസേചന സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിലെ കർഷകർക്ക് മെച്ചപ്പെട്ട വിത്ത് ലഭ്യമാക്കുന്നതിലും ഉയർന്ന വിളവ് ഉറപ്പാക്കുന്നതിലും ജലപരിപാലനം ഉറപ്പാക്കുന്നതിലും വിജയിച്ചിട്ടുണ്ട്. एग्रीकल्चर में ഈ വിജയം ഡിജിറ്റൽ കൃഷിയിലേക്കും വ്യാപിപ്പിക്കാം. साथियों, आजादी के സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത കാലഘട്ടത്തിൽ हम हायर ഉയർന്ന കാർഷിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സമഗ്ര വളർച്ചയ്ക്ക് ഞങ്ങൾ മുൻഗണന നൽകുന്നു. प्राथमिकता
दे रहे हैं കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ സംഭാവന വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം. कृषि के क्षेत्र में അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാനുള്ള ശ്രമങ്ങളും സ്വാശ്രയ സംഘങ്ങൾ വഴി നടക്കുന്നുണ്ട്. उन्हें सब രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും समूहों के മെച്ചപ്പെട്ട ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാനും കൃഷിക്ക് കഴിവുണ്ട്. പ്രയാസകരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കർഷകരെ കരകയറ്റുവാനുള്ള പുതിയ മാർഗങ്ങളും ഈ അമൃതകാലം പ്രദാനം ചെയ്യും. लाइफस्टाइल की तरफ ले जाने का ജലസേചനത്തിന്റെ അഭാവം മൂലം രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഹരിത വിപ്ലവത്തിന്റെ ഭാഗമാകാൻ കഴിയാത്തത് നാം കണ്ടു. खेती करने वाले किसानों को कठिनाइयों से बाहर निकालने के नए माध्यम भी मुहैया कराएगा. हमने देखा है सिंचाई के अभाव में देश का एक बहुत बड़ा हिस्सा ग्रीन रेवोल्यूशन का हिस्सा नहीं बन पाया था. अब हम ഇപ്പോൾ ഞങ്ങളൊരു ദ്വിമുഖ തന്ത്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു വശത്ത് നദികളെ ബന്ധിപ്പിച്ച് ജലസംരക്ഷണത്തിലൂടെ ഒരു വലിയ പ്രദേശം ജലസേചനത്തിന് കീഴിൽ കൊണ്ടുവരുന്നു. മറുവശത്ത് ജലസേചനമില്ലാത്ത പ്രദേശങ്ങളിലെ ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സൂക്ഷ്മ ജലസേചനത്തിന് ഊന്നൽ നൽകുന്നു. ഇവിടെയുള്ള എല്ലാ നേട്ടങ്ങളും ഞാൻ വീക്ഷിക്കുമ്പോൾ ബുന്ദേൽഖണ്ഡിലെ ജല മാനേജ്മെന്റിന്റെയും PER ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന ദൌത്യത്തിന്റെയും വിജയത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ വിശദമായി വിവരിക്കുകയായിരുന്നു. കുറഞ്ഞ ജലം ആവശ്യമുള്ളതും ജലക്ഷാമം ബാധിക്കാത്തതുമായ വിളകൾ ആധുനിക ഇനം വിത്തുകളിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. हम कम सिंचित क्षेत्रों में वाटर यूज एफिशिएंसी बढ़ाने के लिए माइक्रो इरिगेशन पर जोर दे रहे हैं. जिन फसलों को पानी की जरूरत कम होती है और जो पानी की कमी से प्रभावित नहीं होती, उन्हें भी आधुनिक वैरायटी के विकास से प्रोत्साहन दिया जा रहा है. खाने के तेल में आत्मनिर्भरता के लिए जो नेशनल मिशन हमने शुरू किया है, वो भी हमारी नई अप्रोच को दिखाता है. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി ആരംഭിച്ച ദേശീയ ദൌത്യവും ഞങ്ങളുടെ പുതിയ സമീപനം പ്രകടമാക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ പാം ഓയിൽ കൃഷി വിസ്തൃതി 6.5 ലക്ഷം ഹെക്ടറായി ഉയർത്താനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കർഷകർക്ക് എല്ലാ തലത്തിലും സഹായം നൽകുന്നുണ്ട്. തെലങ്കാനയിലെയും ആന്ധ്രയിലെയും കർഷകർക്കും ഈ ദൌത്യം ഏറെ ഗുണം ചെയ്യും. തെലങ്കാനയിലെ കർഷകർ പാം ഓയിൽ പ്ലാന്റേഷനായി വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെ പിന്തുണയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സഹായവും നൽകും. उनको सपोर्ट करने के लिए केंद्र सरकार हर संभव सहायता देगी. साथियों, पिछले कुछ वर्षों में भारत में पोस्ट हार्वेस्ट इंफ्रास्ट्रक्चर को भी मजबूत വർഷങ്ങളായി ഇന്ത്യയിൽ വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ 35 ദശലക്ഷം ടൺ ശീതസംഭരണ ശേഷി സൃഷ്ടിക്കപ്പെട്ടു. സർക്കാരിന്റെ കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ടായ 1 ലക്ഷം കോടി രൂപ വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ദ്രുതഗതിയിലുള്ള വികസനത്തിനും കാരണമായി. കാർഷികോൽപാദന സംഘടനകളും കാർഷിക മൂല്യ ശൃംഖലയും സൃഷ്ടിക്കുന്നതിലും ഇന്ന് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാജ്യത്തെ ചെറുകിട കർഷകരെ ആയിരക്കണക്കിന് FPOകളായി സംഘടിപ്പിക്കുന്നതിലൂടെ അവരെ ബോധവാന്മാരും വലിയ വിപണി ശക്തിയാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. हजारों FPOs में संगठित करके हम उन्हें एक जागरूक और बड़ी मार्केट फोर्स बनाना चाहते हैं. साथियों, भारत के ഇന്ത്യയിലെ അർദ്ധ ഊഷര പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചതിന്റെ സമ്പന്നമായ അനുഭവമാണ് ഇക്രിസാറ്റ്. അതിനാൽ അർദ്ധ ഊഷര പ്രദേശങ്ങളിലെ കർഷകരെ ബന്ധിപ്പിച്ച് സുസ്ഥിരവും
വൈവിധ്യപൂർണവുമായ ഉൽപാദന സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. किसानों को जोड़कर सस्टेनेबल और डाइवर्सिफाइड प्रोडक्शन सिस्टम का निर्माण करना होगा. अपने अनुभवों को ईस्ट और साउथ കിഴക്കൻ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളുമായി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വിനിമയ പരിപാടികളും ആരംഭിക്കാവുന്നതാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഇന്ത്യയിൽ മിച്ചമുള്ള ഭക്ഷ്യധാന്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും വലിയ ഭക്ഷ്യസുരക്ഷാ പരിപാടി നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം പോഷകാഹാര സുരക്ഷയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ കാഴ്ചപ്പാടോടെ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഞങ്ങൾ നിരവധി ജൈവ സുരക്ഷാ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഉയർന്ന ഉൽപാദനത്തിനായി നമ്മുടെ കൃഷി വൈവിധ്യവൽക്കരിക്കാനും രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും കൂടുതൽ സംരക്ഷണം നൽകുന്ന പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കാനും ഇപ്പോൾ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. बीमारियों और कीटों से अधिक सुरक्षा देने वाली रिजिलिएंट वैरायटीज पर हमें ज्यादा से ज्यादा काम करना है. साथियों, ICRISAT, ICAR, ജൈവ ഇന്ധന മേഖലയിൽ ICAR, കാർഷിക സർവകലാശാലകൾ എന്നിവയുമായി സഹകരിച്ച് മറ്റൊരു സംരംഭത്തിൽ ഇക്രിസാറ്റിന് പ്രവർത്തിക്കാനാകും. വരൾച്ച ബാധിച്ച കർഷകർക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ഭൂമിയുള്ള കർഷകർക്ക് കൂടുതൽ ജൈവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ വളർത്താൻ നിങ്ങൾക്ക് വിത്തുകൾ വികസിപ്പിക്കാൻ കഴിയും. വിത്തുകൾ എങ്ങനെ ഫലപ്രദമായി വിതരണം ചെയ്യാമെന്നും അവയിൽ വിശ്വാസം വളർത്തിയെടുക്കാമെന്നും നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. बीजों की प्रभावी डिलीवरी कैसे हो, उनके प्रति विश्वास कैसे पैदा हो, इसको लेकर भी मिलकर हम सबको साथ मिलकर के काम करने की जरूरत है. साथियों, मेरा विश्वास है कि आप जैसे इनोवेटिव माइंड्स की मदद से നിങ്ങളെപ്പോലുള്ള നൂതന മനസ്സുകളുടെയും ജനപങ്കാളിത്തത്തിന്റെയും സമൂഹത്തിന്റെ പ്രതിബദ്ധതയുടെയും സഹായത്താൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. भारत और दुनिया के किसानों का जीवन बेहतर बनाने में आप ज्यादा समर्थ हो, बेहतर से बेहतर टेक्नोलॉजिकल सॉल्यूशन देते रहें. इसी कामना के साथ ഇന്ത്യയിലെയും ലോകത്തെയും കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനും മികച്ച സാങ്കേതിക പരിഹാരങ്ങൾ നൽകാനും നിങ്ങൾക്ക് കൂടുതൽ കഴിയട്ടെ. ഈ ആഗ്രഹത്തോടെ ഈ സുപ്രധാന അവസരത്തിലും അതിന്റെ മഹത്തായ ഭൂതകാലത്തിലും ഞാൻ ഇക്രിസാറ്റിനെ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ അഭിമാനത്തിനുപകാരപ്പെടുന്ന അതിന്റെ പ്രയത്നങ്ങൾക്ക് ശോഭനമായ ഭാവി ആശംസിക്കുന്നു. എന്റെ ആശംസകളും അഭിനന്ദനങ്ങളും. നന്ദി. बहुत बहुत बधाई. धन्यवाद. Thank you very much, sir, for your encouraging and inspiring words. I take this privilege to thank you on behalf of whole ICRISAT.